കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശന സാധ്യത തള്ളി പി ജെ ജോസഫ്. കേരള കോൺഗ്രസ് എമ്മിനെ UDF-ൽ എടുക്കേണ്ടതില്ലെന്ന് പി ജെ ജോസഫ്. നിലവിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ട അവസ്ഥയെന്നും പി ജെ ജോസഫ് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് കേരള കോൺഗ്രസ് എം തിരിച്ചു വരണമെന്ന്, മുന്നണിയിലേക്ക് തിരിച്ചു വരണമെന്ന് അതവിടെ സീരിയസ് ആയിട്ട് പറഞ്ഞാന്ന് തോന്നുന്നില്ല. അങ്ങനൊരു ചർച്ചയ്ക്ക് വകുപ്പുണ്ടോ? അവരെ കൂടുതൽ വിജയം വരിച്ചിരിക്കുന്നത്. അപ്പോൾ KPCC പ്രസിഡന്റ് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ കണക്കാക്കുന്നില്ല. ഈ വലിയ മുന്നേറ്റമുള്ളപ്പം ആ മുന്നേറ്റം തുടരാൻ അവർ വേണമെന്നില്ല. അമൽനാഥ് വിവരങ്ങളുമായി ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. അമൽനാഥ്, കേരള കോൺഗ്രസ് എം നേരത്തെ തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും അവർ പറഞ്ഞു ജയമോ പരാജയമോ ഒന്നുമല്ല മുന്നണി ബന്ധമെന്ന് പറയുന്നത്, അതൊരു കെട്ടുറപ്പാണ്, അത് ആ രീതിയിൽ തന്നെ തുടരും, LDF-നോടൊപ്പം തന്നെ തുടരും, ഒരു മാറ്റവുമില്ല എന്ന് അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ അപ്പോഴും UDF-ൽ നിന്നാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നാണ് ക്ഷണങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആ നിലപാടിനെ തള്ളിപ്പറയുകയാണോ പി ജെ ജോസഫ്? മനു, തീർച്ചയായും അങ്ങനെ തന്നെ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതായത് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞതിനെ പൂർണ്ണമായും പി ജെ ജോസഫ് തള്ളിപ്പറയുന്നു എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശന സാധ്യത പി ജെ ജോസഫ് പൂർണ്ണമായും തള്ളിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് പി ജെ ജോസഫ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ ഗൗരവപരമായ രീതിയിൽ അല്ല ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന രീതിയിലാണ് പി ജെ ജോസഫ് സൂചിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ന്റെ ഭാഗമാകേണ്ടതില്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മനു സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കളൊപ്പം തന്നെ ലീഗിന്റെ നേതാക്കളൊക്കെ തന്നെയും ഈ സാധ്യതകൾ പരിശോധിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് മാണി വിഭാഗം UDF-ന്റെ ഭാഗമാകണം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോഴും ജോസഫ് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം, അല്ലെങ്കിൽ മാണി വിഭാഗം UDF-ന്റെ ഭാഗമാകേണ്ടതില്ല എന്ന ഒരു നിലപാടാണ് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ ഇത്തരത്തിലുള്ള രസകരമായ കാര്യം എന്ന് പറയുന്നത്, അമൽ, ഇവിടെ രസകരമായ കാര്യം എന്താണ്, കേരള കോൺഗ്രസ് എം മാണി വിഭാഗം അവരെപ്പോഴും നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഞങ്ങൾ LDF-ൽ ഉറച്ചു നിൽക്കുന്നവരാണ്, ഞങ്ങൾ എന്തിനാണ് നിങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവരെപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ ക്ഷണിക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണ്. സ്ഥിരമായി വരണം, ഇതാണ് സമയം, അല്ലെങ്കിൽ ഇപ്പോഴാണ് സമയം എന്നൊക്കെ പറഞ്ഞ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണ്. അപ്പോൾ ഈ UDF എന്ന മുന്നണി സംവിധാനത്തിൽ നിന്ന് തോന്നിയതുപോലെ ഓരോന്ന് പറയുകയാണ് കോൺഗ്രസ് നേതാക്കൾ എന്നല്ലേ പി ജെ ജോസഫിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്? മനു, തീർച്ചയായും. അതായത് മുന്നേ തന്നെ പല തവണ ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു സംഭവം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ തന്നെ ഈ മാണി വിഭാഗം പറഞ്ഞതും ഇത്തരത്തിലെ കാര്യങ്ങൾ തന്നെയാണ്. തങ്ങൾ LDF-ന്റെ ഭാഗമായി തന്നെ ഉറച്ചു നിൽക്കും. അത് ഏത് പ്രതികൂല സാഹചര്യങ്ങളാവട്ടെ അനുകൂല സാഹചര്യങ്ങളാകട്ടെ എപ്പോഴും LDF-ന്റെ ഭാഗമായി തന്നെ ഉറച്ചു നിൽക്കുക എന്നതാണ് തങ്ങളുടെ തീരുമാനമെന്ന് പലവട്ടം ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഇത്തരത്തിൽ പല സന്ദർഭങ്ങളിലായി കോൺഗ്രസ് നേതാക്കൾ ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDF-ന്റെ ഭാഗമായി കൂട്ടുവാനുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള തീരുമാനങ്ങളിൽ നിലപാടുകളൊക്കെ വ്യക്തമാക്കിയിരുന്നു. അപ്പോഴൊക്കെ തന്നെ ഈ ജോസഫ് വിഭാഗം സൂചിപ്പിച്ചിരിക്കുന്നത് വളരെ ഗൗരവപരമല്ലാത്ത രീതിയിലുള്ള തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിലവിൽ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ മാണി വിഭാഗത്തെ UDF-ന്റെ ഭാഗമാക്കേണ്ടതില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ ജോസഫ് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, അമൽനാഥ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്.